വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പുകൾ മുറിച്ചു നട്ടും അടീനിയത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടീനിയത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള അടീനിയം ചെടികളിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. ബീൻസ് പോലെ 2 കായ്കൾ എതിർവശത്തേക്ക് വളർന്നാണ് അടീനിയത്തിൽ സീഡുകൾ ഉണ്ടാകുന്നത്. ഈ കായ്കൾക്കകത്ത് സീഡുകൾ അടുങ്ങി ഇരിക്കുന്നത് കാണാം. നല്ല മൂപ്പെത്തി നിറം മാറി വരുമ്പോഴേക്കും ഇവ ഒരു റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വള്ളി കൊണ്ടോ നൂല് കൊണ്ടോ ഒക്കെ ഒന്ന് കെട്ടി വയ്ക്കണം. അല്ലെങ്കിൽ ഈ സീഡുകളെല്ലാം പറന്നു പോകും. അപ്പൂപ്പന്താടി പോലെയാണ് ഈ സീഡുകളുടെ 2 ഭാഗവും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവ പൊട്ടി പെട്ടെന്ന് കാറ്റിൽ പറന്നു പോകും. ഈ സീഡ് പോഡുകൾ നന്നായി ഉണങ്ങിയ ശേഷം ഇത് പ്ലാന്റിൽ നിന്നും പറിച്ചെടുക്കുക. എന്നിട്ട് ഓരോ സീഡും വേർപെടുത്തിയെടുക്കുക. ഇതിൽ നല്ല വിത്തുകളും പതിര് പോലെ ഇരിക്കുന്ന വിത്തുകളുമുണ്ട്. നല്ല വിത്തുകളാണെങ്കിൽ അവയ്ക്ക് കുറച്ച് തടിപ്പുണ്ടായിരിക്കും. അല്ലാത്തവ പതിര് പോലെ കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ പതുങ്ങിപ്പോവും. ഇവ നട്ടുകൊടുത്താൽ മുളയ്ക്കുകയില്ല. ഇത് കേടുവന്ന വിത്തുകളാണ്. നല്ല കുറച്ച് കട്ടിയുള്ള വലിപ്പമുള്ളതായ വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ. ഈ വിത്തുകൾ മണ്ണിലോ മണലിലോ ചകിരിച്ചോറിലോ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ്. മണലിൽ മുളപ്പിച്ചെടുക്കുന്നതാണ് പെട്ടെന്ന് വളരുന്നത്. വിത്തുകൾ പെട്ടെന്ന് മുളച്ച് കിട്ടുവാനായി നന്നായി ഉണങ്ങിയ വിത്തുകൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പാകി മുളപ്പിക്കാം. ഞാൻ മണ്ണിലാണ് വിത്തുകൾ പാകുന്നത്. മണ്ണ് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം വേണം അതിലേക്ക് വിത്തുകൾ ഇടാൻ. എല്ലാ ഭാഗത്തും ഒരേപോലെ വരത്തക്ക വിധം വേണം വിത്തുകൾ പാകി ഇടുവാൻ. അതിനുശേഷം കുറച്ച് മണ്ണ് അതിന് മുകളിലേക്കിട്ട് അതിമൂടി കിടക്കത്തക്ക വിധം ഇടണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. പിന്നീട് തണലിലേക്കോ അല്ലെങ്കിൽ ഭാഗികമായി വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കോ വയ്ക്കുക. മണ്ണ് കൂടുതൽ ഉണങ്ങിപ്പോകാതെ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കണം. 4-5 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പതിയെ മുളച്ച് പൊന്തുന്നത് കാണാം. ഇത് വിത്ത് പാകിക്കഴിഞ്ഞ് 5-ാം ദിവസം കാണുന്ന കാഴ്ചയാണ്. എല്ലാം പതുക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. വിത്തുകൾ പാകമായി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം അത് പാകി മുളപ്പിക്കുന്നതാണ് കൂടുതൽ വിത്തുകളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. 1 മാസം ഒക്കെ കഴിഞ്ഞ് ഇത് നടാനിരുന്നാൽ വിത്തുകൾ മുളയ്ക്കുന്നത് കുറഞ്ഞു പോകും. അതുകൊണ്ട് പാകമാകുമ്പോഴേ പാകി മുളപ്പിക്കുക. തൈകൾ മുളച്ച് ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നൈട്രജൻ ചേർന്ന മൈൽഡായിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുക്കുക. NPK നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുക. കുറച്ച് വളർച്ചയായി കഴിഞ്ഞാൽ നല്ല പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചെറിയ ചെറിയ പോട്ടുകളിലേക്ക് മാറ്റി നടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.